രാഹുലിനെ വെള്ളപൂശിയവർ ചാനൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇരട്ടത്താപ്പ്. മാധ്യമ സ്വാതന്ത്ര്യം വലിയ വായിൽ പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും മാധ്യമ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ കണ്ടത്. റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമങ്ങളിൽ കലാശിച്ചത് പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടാണെന്ന് കരുതാനാവില്ല. മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചു തന്നെയാണ് വെള്ളയും ഇട്ടെത്തിയവർ അവിടെ കാണിച്ചു കൂട്ടിയത്. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബ്യൂറോയിലെ കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടിനാട്ടുകയും ഓഫീസിലെ വാതിലിൽ കരിയോയിൽ ഒഴിക്കുകയുമായിരുന്നു. റിപ്പോർട്ടർ ടിവിയിലെ വനിതാ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ച പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകാത്തതിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയതെന്നാണ് സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാർത്തകൾ നൽകിയതാണ് അക്രമത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടർ ടിവി മാനേജ്മെന്റിന്റെ നിലപാട്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് മിഥുൻ മോഹനെ പോലീസ് പിടികൂടിയത്. തൃശൂരിലെ തേക്കൻകാട് നിന്നാണ് വിഷ്ണുചന്ദ്രനെ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. പ്രതിഷേധം നയിച്ച തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം, മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. റിപ്പോർട്ടർ ടിവിക്കെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങളെ ആക്രമിക്കുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ എക്സ്പോസ്റ്റിൽ കുറിച്ചത്. സ്ത്രീകളായ നമുക്ക് പോരാടാൻ കഴിയുമെന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ കോൺഗ്രസ് MLAമാർ സ്ത്രീകളെ വേട്ടയാടുകയും പദവിയിൽ തുടരുകയും ചെയ്യുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. റിപ്പോർട്ടർ ചാനലിനെതിരായ ആക്രമണം കോൺഗ്രസ് എന്താണെന്ന് സത്യം വെളിപ്പെടുത്തുന്നതാണ്. ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യത്തോടുമുള്ള കോൺഗ്രസിന്റെ വെല്ലുവിളിയാണ് ഈ സംഭവമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഇത് കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണെന്നും ഇത്തരം സംഭവങ്ങൾ അവർക്ക് പുതിയ കാര്യമല്ലെന്നും ദേശീയ തലത്തിലും കേരളത്തിലും മാധ്യമങ്ങളെ അടിച്ചമർത്തിയ ചരിത്രം കോൺഗ്രസിനുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സ്പോസ്റ്റിൽ കുറിച്ചു.